ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്നാണ്ടാ നീ എന്നാ വന്നേ? ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ. അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ആ ഞാൻ ഇതെല്ലാവർക്കും പോയി കൊടുത്തിട്ട് വരാവേ. മാതാവേ നീ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിന്താരത്തോണിയാണ് നീ ഒരു നാളും കൈവിടില്ലോതായി ഒരു നാളും കൈവിടില്ലോതായി മാതാവേ നീ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ തോണിയണഞ്ഞവരെ ഒരു അമ്മച്ചി അമ്മച്ചി കുട്ടായി വെള്ളോ കുട്ടായി കുട്ടായോ? ഞാൻ കുട്ടായില്ല, ഞാൻ ജോണാ. ഞാൻ കഴിച്ചോ? കുട്ടായില്ല, ഞാൻ ജോണാ, ജോൺ. ഞാൻ കഴിച്ചോ? കുട്ടായി വെള്ളോ ഞാൻ കഴിച്ചോ? കുട്ടായി വന്നോ? ഇതെന്റെ ചാച്ചന്റെ വണ്ടിയായിരുന്നടാ. തെന്നേക്കാൻ ഇഷ്ടമുള്ള ഒരാളുടെ അടുത്തേക്കല്ലേ നമ്മൾ പോന്നേ. അപ്പൊ പിന്നെ ഈ വണ്ടി അല്ലാതെ ഏത് വണ്ടി എടുക്കാനാടാ ഞാൻ പറയണ്ടേ? ചേച്ചി, ആ അമ്മേനെ എപ്പോഴും കുട്ടായി വിളിച്ചോണ്ടിരിക്കുന്നേ. ആ അമ്മച്ചി ഇവിടെ വന്നിട്ട് 2 കൊല്ലമായടാ. അന്ന് മുതൽ ആ അമ്മച്ചിക്ക് എല്ലാരും കുട്ടായിയാ. കുട്ടായിന്ന് വിളിക്കാത്ത ഒരു ദിവസം പോകില്ല. അപ്പ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? നിന്റെ അമ്മയും എന്റെ അമ്മച്ചി. കുട്ടായി അപ്പ എന്നെ ആലോചിക്കുന്നേ. കുറെ ജയിച്ചടാ ഞാൻ. ബിസിനസ്സിലും പണത്തിന് വേണ്ടിയുള്ള മത്സര ഓട്ടത്തിലും എല്ലാം മുമ്പിലായിരുന്നു ഞാൻ. പക്ഷെ അവിടെയെല്ലാം ജയിച്ചാലും ജീവിതം തോറ്റുപോയിക്കൊണ്ടിരിക്കുവായിരുന്നടാ. നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് നിന്നെയല്ല തിരക്കിയത്, ഏലിയമ്മച്ചിയാ. മകനായ എനിക്കില്ലാത്ത സ്നേഹം നിന്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മച്ചിയോടുണ്ടായിരുന്നു. തിരക്കായി, ദൂർത്തായി, തെറ്റായിപ്പോയി. എനിക്ക് എൻ്റെ അമ്മച്ചി ഇനിയെങ്കിലും നന്നായിട്ട് നോക്കണോടാ. ഇതാടാ കുട്ടായി.
അമ്മച്ചി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മച്ചിക്കിപ്പോൾ തീരെ വയ്യ. വീട്ടിലാണെങ്കിൽ ആരെയും വിശ്വസിച്ച് വെക്കാൻ പറ്റാത്ത കാലമാണ്. ഇവിടെയാണെങ്കിൽ അമ്മച്ചിയുടെ പ്രായമുള്ള കുറേ പേരുണ്ടല്ലോ. അമ്മച്ചിനെ നോക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വരാം. ഹലോ, കോട്ടായി വന്നാ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത്, അല്ലേ? അല്ല, നമ്മളെ ഒരിക്കലും വിട്ടിട്ട് പോകാത്തവരെ ചേർത്ത് നിർത്തുമ്പോഴാ, അവരെ എന്നും ഒപ്പം നിർത്തുമ്പോഴാ. പാടി സ്തുതിക്കാം. കണ്ണും കാത്തിര